മറ്റൊരു വാർത്ത, നമ്മുടെ ആദരണീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെത്തി ഇന്ത്യയുടെ അന്തിമോപചാരം അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി കബറടക്ക ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ട്. അന്തരിച്ച പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനപ്രവാഹമായിരുന്നു. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ 4 കവാടങ്ങളാണ് വിശ്വാസികൾക്കായി തുറന്നുവച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് മണിക്കൂറുകൾ ക്യൂ നിന്ന് പാപ്പയെ അവസാനമായി കണ്ട് ആദരാഞ്ജലി അർപ്പിച്ചത്. ശനിയാഴ്ച റോമിലെ പ്രാദേശിക സമയം രാവിലെ 10-ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മുൻ പാപ്പമാരെ പോലെ വത്തിക്കാനിലല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് സംസ്കരിക്കുക. സൈപ്രസ്, ഈയം, ഓക്ക് എന്നിവ കൊണ്ട് നിർമ്മിച്ച 3 കൂട് കെട്ടിയ ശവപ്പെട്ടികളിലാണ് മുൻ മാർപ്പാപ്പമാരെ അടക്കം ചെയ്തിരുന്നത്. എന്നാൽ സിംഗിൾ പൊതിഞ്ഞ ലളിതമായ മരപ്പെട്ടിയിലാണ് ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്യുന്നത്. കർദിനാൾ കോളേജ് ഡീൻ കർദിനാൾ ജിയോവന്നി ആറ്റിസ്റ്റാറിയായിരിക്കും ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുക. ലോകമെമ്പാടും നിന്നുള്ള പുരോഹിതന്മാർ ചടങ്ങിൽ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്, ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇറ്റലി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ല തുടങ്ങി വിവിധ ലോകരാഷ്ട്ര തലവന്മാർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.